ആളുകൾ അസ്നാഫുൻ അർബഅതു അസ്നാഫ്, 4 വിഭാഗം ആളുകളാണ് ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോവുക. ഖിയാമത്ത് നാളാകുന്ന കാലത്ത്, അന്ത്യനാളിൽ അങ്ങനെയാണ്. സലാത്തീനുഹും ലിന്നുസ്ഹ, പൈസക്കാർ പോകുന്നത് ലിന്നുസ്ഹ, ഒരു എന്റർടൈൻമെന്റ്. റമദാനിൽ ഉംറയ്ക്ക് എവിടെ പോകുന്ന? റമദാൻ ഇപ്രാവശ്യം ഉംറക്കാണ്. ആരാ പറയണത്? നിസ്കാരമില്ലാത്ത മനുഷ്യന്മാർ, ജീവിതത്തിൽ സൂക്ഷ്മതയില്ലാത്ത ആളുകൾ. പൊയ്ക്കോട്ടെ, അവർ ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അതൊരു പിക്നിക്. നമ്മൾ ഹജ്ജ് ടൂർ എന്ന് പറയുന്ന വാക്കിനർത്ഥം യാത്ര എന്നർത്ഥം. അതിനെ നമ്മൾ കളിയാക്കേണ്ട ആവശ്യമില്ല. ഹജ്ജ് ടൂർ അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. വേറെ എന്താ ഹജ്ജ് ട്രാവൽ എന്ന് പറയാൻ പറ്റുമോ? ഹജ്ജ് ജേർണി അല്ലെങ്കിൽ ടൂർ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഇന്റൻഷൻ, ലക്ഷ്യം ഇതൊരു രസമായിട്ട് കിടക്കട്ടെ. ആൾക്കാർ കേൾക്കുമ്പോ ഇപ്രാവശ്യം എന്താ റമദാനിൽ ഇപ്രാവശ്യം ഹറമിൽ കൂടാനാണ് പോകണം, നല്ല ലക്ഷ്യത്തോടു കൂടെ പറയണം. പക്ഷേ ജനങ്ങൾ അതൊരു ആനന്ദത്തിന് പറയുന്ന കാലം വരും. പൈസക്കാർ ലിന്നുസ്ഹ, ഒരു പിക്നിക്കിന് പോകുന്ന കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅഗ്നിയാഉഹും ലിത്തിജാറ, സമ്പന്നന്മാർ കച്ചവടത്തിന് വേണ്ടി പോകുന്ന കാലം വരും. കച്ചവടം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഉംറക്ക് വിസ അടിച്ച് അവിടെ ജോലിക്ക് പോകുക തന്നെ നബി പറഞ്ഞതിനർത്ഥം. ഉംറ വിസ സ്റ്റാമ്പ് ചെയ്ത് പോവുക, അവിടെ ചെന്ന് മുങ്ങുക, എന്നിട്ട് തിജാറ എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ ബിസിനസ്സിനാ തിജാറ എന്ന് പറയാ. അത് കച്ചവടം ചെയ്ത് സ്ഥാപനം തുടങ്ങി ഷട്ടർ തുറന്നു വെച്ച് കൊടുത്തിട്ട് വാങ്ങണേന്ന് മാത്രമല്ല തിജാറ. അധ്വാനിക്കുന്നതൊക്കെ തിജാറത്താ, ലിത്തിജാറ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ. അങ്ങനെ വരുന്ന ആളുകളുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന ദരിദ്രന്മാർ, അവിടെ ചെന്ന് യാചിക്കാൻ പോകുന്നവരുണ്ട്. ആളറിയാതെ അവിടെ ചെന്ന് മുഅ്മിനീങ്ങൾ മനസ്സ് തുറക്കുന്ന നേരമാണ്. ഒന്ന് കൈനീട്ടിയാൽ വെറുതെ ആവില്ല, പൈസ അങ്ങനെ കിട്ടിയല്ലേ എന്ന് വിചാരിച്ച് കൈനീട്ടി യാചിക്കാൻ പോകുന്ന കാലം വരും. ഹാഫിളീങ്ങളായ ആളുകൾ ഖുർആൻ ഓതുന്ന മജ്ലിസുകൾ ഹറമിൽ കാണും. അവിടെയൊക്കെ മനോഹരമായ സദസ്സുകൾ ഉണ്ടായി. ഞാൻ വലിയ പണ്ഡിതനാണെന്ന് വിളിച്ചറിയിക്കാൻ വേണ്ടി, ഞാൻ വലിയ ഖാരി ആണെന്ന് വിളിച്ചറിയിക്കാൻ വേണ്ടി പോകുന്ന ഖാരിഈങ്ങളും ഹാഫിളീങ്ങളും അന്ത്യനാളിൽ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ യാത്രക്ക് നഷ്ടാവില്ലേ? നാട്ടിൽ നിന്നൊക്കെ പെണ്ണുങ്ങളൊക്കെ ഉംറക്ക് ഒരുങ്ങിപ്പോ. എന്താ ആകെയിലെ ആവേശം എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് കയറലാണ്. പോയതും വന്നതും ഫ്ലൈറ്റിന്റെ കാര്യം മാത്രമേ ഇവർ ചർച്ച ചെയ്യുള്ളൂ. എന്താണ് ഇബാദത്തിന്റെ അവസ്ഥ? എന്താണ് അവിടെ പോയി ചെയ്ത അമൽ? എന്താണ്? മനസ്സിന് വല്ല മാറ്റം വന്നോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നാട്ടിലാ പോയി വരുന്നത്. എന്തെങ്കിലും കിട്ടിയോ? സീറോ, ഒന്നുമില്ല. ആ ഒരു യാത്ര അങ്ങനെയൊക്കെയാണെങ്കിൽ ദുബൈക്ക് പോന്നാ പോരെ, അല്ല അബുദാബിക്കൊക്കെ പോന്നാ പോരെ. ഹറമൈനിൽ ചെല്ലുന്നത് തഖ്വ കിട്ടാനാണ്. എന്തിനാണ് പോകുന്നത്? ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ ഹജ്ജിന്റെ ആദ്യത്തെ ആയത്താണ്. ഹജ്ജും ഉംറയും പറയുമ്പോ ഈ ആയത്ത് ഇപ്പൊ എന്താ സൂറത്തുൽ ഹജ്ജിലെ ആദ്യത്തെ ആയത്താണ് എന്ന് അറിഞ്ഞില്ലെങ്കിൽ അർത്ഥമറിയുന്ന ആളുകൾക്ക് സംശയം വരും. എന്തേ ഇപ്പൊ ഈ ആയത്തും വിഷയം തമ്മിലൊരു ബന്ധം കാണുന്നില്ലല്ലോ. അല്ലാഹു തആല ഹജ്ജ് സൂറത്ത് തുടങ്ങുന്നത് അങ്ങനെയാണ്. ഹജ്ജ് പറയാൻ, ഹജ്ജിന്റെ നിയമങ്ങൾ വിവരിച്ചിട്ടുള്ള സൂറയാണ് സൂറത്തുൽ ഹജ്ജ്. വേറെയും സൂറകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ സൂറത്തുൽ ഹജ്ജിൽ അല്ലേ 22ാമത്തെ സൂറയാണ്. ആദ്യത്തെ ആയത്ത് എന്താ? ഹജ്ജിന് പോയിക്കോളൂ, ഹജ്ജ് ഇന്നതാണ്, ഹജ്ജിന്റെ ഇഹ്റാം ഇന്നതാണ്, മീഖാത്ത് ഇന്നതാണ്. ഇതൊന്നും അല്ല വിഷയം. എന്താ അല്ലാഹു തുടങ്ങുന്നത്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, മനുഷ്യന്മാരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അദീം, അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങൾ ഗൗരവമാണ്, ഭയങ്കരമാണ്. ഭയങ്കരമായ ഭൂകമ്പങ്ങളൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത്. യൗമ തറൗനഹാ, അന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്, തന്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ച് ഉമ്മ പാല് കൊടുക്കുന്ന ഉമ്മയെ കാണാൻ കഴിയും. അമ്മാ അർളഅത്, തന്റെ പാല് കുടിക്കുന്ന കുഞ്ഞിനെ ഇട്ടേച്ച് ഓടുന്ന കാലമാണത്. ഇതൊരു ഉമ്മാക്ക് കഴിയൂല. അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന പൈതലിനെ വലിച്ചെറിഞ്ഞ് ഓടാൻ ഉമ്മാക്ക് കഴിയില്ല. അങ്ങനത്തെ ദിവസമാണ് ഖിയാമത്ത് നടക്കാൻ പോകുന്ന ദിവസം. ഗർഭമായി കിടക്കുന്ന പെണ്ണുങ്ങൾ മാസം തികയാതെ പ്രസവിച്ചു പോകുന്ന ദിവസമാണത്.
ജനങ്ങൾ മുഴുവനും മത്ത് പിടിച്ച പോലെ ഓടി നെട്ടോട്ടം ഓടുന്നുണ്ട്, എങ്ങോട്ടാണെന്നറിയാതെ. അവർക്ക് മത്ത് പിടിച്ചതല്ലേ, അല്ലാഹുവിന്റെ ശിക്ഷ ഭയങ്കരമാണ്. ഹജ്ജ് പറയുന്ന ആദ്യത്തെ ആയത്താണിത്. എന്താണ് അല്ലാഹു പറയുന്നത്? ഹജ്ജ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടത്, ഉംറ എന്നത് ഓർമ്മിപ്പിക്കേണ്ടത്, മക്കയിൽ ചെന്നാൽ ഓർമ്മ വരേണ്ടത് മഹ്ശറയാണെന്ന് അല്ലാഹു തുടങ്ങി പഠിപ്പിക്കുകയാണ് സൂറത്തുൽ ഹജ്ജിൽ. അതിനാ പോകുന്നത്, മഹ്ശറ ഓർമ്മ വരാൻ. മഹ്ശറായിലെ വ്യത്യാസമേ ഉള്ളൂ. മഹ്ശറായിൽ വരുമ്പോ വസ്ത്രമുണ്ടാകില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. യുഹ്ശറുന്നാസു ഹുഫാതൻ ഉറാ, ജനങ്ങൾക്കൊന്നും വസ്ത്രമില്ല. ഹുഫാതൻ, കാലിൽ ചെരുപ്പില്ല. ഉറാതൻ, വസ്ത്രമില്ല. ഗുർല, ചില കർമ്മം പോലും ചെയ്യപ്പെടാത്ത അവസ്ഥയിലാണ്, മനുഷ്യന്റെ തന്മയത്വത്തിലാണ്, മറ്റൊന്നും ചേർന്ന് നിൽക്കാത്ത മനുഷ്യന്റെ സ്വയം തടി മാത്രമാണ് മഹ്ശറയിലേക്ക് വരുന്നത്. വസ്ത്രങ്ങളില്ല എന്നർത്ഥം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, വഹൽ യൻദുറുന്നാസു ഇലാ ഔറത ബഅദിൻ, വസ്ത്രമില്ലാതെ നിൽക്കുമ്പോ, ആണുങ്ങളും പെണ്ണുങ്ങളും നിൽക്കുമ്പോ ഔറത്ത് നോക്കിപ്പോകില്ലയോ നബിയേ? ഔറത്ത് കാണില്ലേ നബിയേ? الأمر أشد من أن يهمهم ذلك يا عائشة. ആയിഷ, നാളെ മഹ്ശറയിലേക്ക് വരുമ്പോ ഇത്തരത്തിലുള്ള മോശവിചാരങ്ങൾ തോന്നുന്ന നേരമല്ല ആയിഷ. ഒരാളിന്റെ ഔറത്തിന്റെ ചുറുക്ക് നോക്കി നിൽക്കുന്ന നേരമല്ല അത്. എന്റെ അവസ്ഥ എന്താണ്? എന്റെ പേര് വിളിക്കുന്ന നരകത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലാണോ, എന്റെ പേര് അസ്ഹാബുൽ ജന്നത്തിലാണോ എന്ന് പേടിച്ച് നിൽക്കുന്ന നേരത്ത് ഔറത്താരും നോക്കില്ല ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നേരം അല്ലേ? ഇഹ്റാമിന്റെ രണ്ട് വസ്ത്രങ്ങൾ ധരിക്കുന്ന നേരത്ത് എല്ലാ വസ്ത്രങ്ങളും മാറ്റിവെച്ചില്ലേ? എന്തെല്ലാം ബ്രാൻഡ് ഷർട്ടുകളുണ്ട്, എന്തെല്ലാം ബ്രാൻഡ് ട്രൗസറുകളുണ്ട്, പാൻസ് ഉണ്ട് അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന സോക്സിന് പോലും ബ്രാൻഡില്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന ടൈ, നമ്മുടെ ഷൂ, എന്തെല്ലാം ഉണ്ട്. എല്ലാം അല്ലാഹുവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. മഹ്ശറയിലേക്ക് വരുമ്പോ വസ്ത്രമില്ല. ഇത് ദുനിയാവിലെ മഹ്ശറയാണ്. പക്ഷേ നിനക്ക് ഇവിടെ വസ്ത്രം വേണം, രണ്ട് മുണ്ടെടുത്തോ. പുരുഷനോട്, യാ അല്ലാഹ്, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുന്ന വരവാണ് നീ ഓർക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യന്റെ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടോ ഇല്ലേ എന്ന് ആ മനുഷ്യൻ ചെയ്യുന്ന വുളൂഇൽ അറിയാമെന്ന് ഉലമാ പറയാണ്. നിസ്കാരത്തിൽ ഖുശൂ, ചിലരൊക്കെ പറയും നിസ്കരിക്കുമ്പോ ഖുശൂ കിട്ടുന്നില്ല. നിസ്കാരത്തിന്റെ ഷർത്താണ് വുളൂ അല്ലേ? വുളൂ ഇല്ലെങ്കിൽ നിസ്കാരമില്ല. വുളൂഇന്റെ നിയമങ്ങൾ പാലിച്ച് അതിന്റെ ദിക്റുകൾ ചൊല്ലി ഖിബ്ലയിലേക്ക് മുന്നിട്ട് ചെയ്യാൻ പറ്റിയാൽ, അങ്ങനെ ആ ഒരു ഭവ്യതയോടുകൂടെ വുളൂ ചെയ്യുന്ന വുളൂഇൽ അറിയാം ഒരു മനുഷ്യന്റെ നിസ്കാരം എങ്ങനെയാണ് എന്നതുപോലെ ഇഹ്റാമിൽ അറിയാം ഒരാളുടെ ഹജ്ജും ഉംറയും എന്താണ് ആയിത്തീരാൻ പോകുന്നതെന്ന്. സുബ്ഹാനല്ലാഹ്. ഇഹ്റാം ചെയ്യുമ്പോ ശ്രദ്ധിക്കണം, അവിടെയാണ് നമ്മുടെ മനസ്സ് വേണ്ടത്. അവിടെയാണ് അല്ലാഹ്, ഞാൻ ഇവിടെ എന്നെ തന്നെ മറക്കാൻ പോവാണ് അല്ലേ? നമുക്ക് പിന്നെ ഓർമ്മണ്ടോ? നാടിനെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? നമ്മൾ വേറൊരു ലോകത്തല്ലേ? ഏതെല്ലാം ഭാഗത്ത് ഔലിയാക്കന്മാർ അവിടെ വരുന്നുണ്ട് അല്ലേ? അള്ളാഹിന്റെ ആരിഫീങ്ങൾ അവിടെ എത്തുന്നില്ലേ? അള്ളാഹുവിനെ തേടി വരുന്ന ആളുകളല്ലേ അവിടെ വരും? എത്ര മഹാന്മാർ നമ്മൾ ചുറ്റുന്ന ഒരു തവാഫിൽ, നമ്മളോട് കൂടെ ചുറ്റുന്നവരിൽ ഏതെല്ലാം രാജ്യത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ കാണും നമുക്കറിയോ? ഏതെല്ലാം രാജ്യത്തെ വലിയ വലിയ ആലിമീങ്ങൾ കാണും. വർഷങ്ങളോളം ഒന്ന് ഹജ്ജിന് കൊണ്ടുപോകല്ല, ഒന്ന് കഅബ കാണിച്ചുതാ അല്ലാ എന്ന് പുരയിടത്ത് വെച്ച് ദുആയിരന്ന് കണ്ണുനീര് വാർത്ത എത്രയോ പാവപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ നമ്മുടെ കൂടെ ഇങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ടാകും. അവരുടെ കൂടെയൊക്കെ നിന്നിട്ടാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത്. അല്ലാഹുവിന്റെ മുമ്പിൽ ലോകം മറക്കണം അല്ലേ? കുറച്ചു നേരത്തേക്ക് മറക്കാൻ, അല്ലാഹുവിനെ ഓർക്കാനാണ് നിങ്ങളെ ഞാൻ വിളിച്ചത്. അവിടെ നിന്ന് മത്താഫിന്ന് നാട്ടിലേക്ക് ഫോൺ ചെയ്യല്ല. നിന്റെ കുട്ടികളെ മക്കളൊക്കെ ഓർത്തോ, എല്ലാം കഴിഞ്ഞിട്ട് നീ വിളിച്ചോ. പക്ഷേ നിന്റെ ഇഹ്റാമിൽ ഇതൊന്നുമല്ല വിഷയം, ഇതൊന്നുമല്ല വിഷയം. കഅബ ഫോട്ടോ എടുത്ത് നടക്കലല്ല അവിടെ വിഷയം. കഅബയുടെ ചുറ്റുള്ള ബിൽഡിംഗുടെ ഫോട്ടോ എടുക്കലല്ല നിന്റെ വിഷയം. നീ അല്ലാഹുവിന്റെ മുമ്പിലാണ്, അല്ലാഹുവിന്റെ രാജസദസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. പുറത്തു തരണേ അല്ലാ എന്ന് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചോദിക്കാൻ ഒരു അവസരം കിട്ടിയിട്ട് നമ്മുടെ ചിന്തകളൊക്കെ മാറ്റിവെച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ പാപമോചനം ചോദിച്ചു വാങ്ങി
ഉമ്മ പ്രസവിച്ച നാളിൽ അന്നത്തെ പോലെ ശുദ്ധിയാക്കി തിരിച്ചു പോരേണ്ട മണ്ണിലേക്ക് കാലുകുത്തിയിരിക്കുന്നത്. ഈ ഭാഗ്യം മുഅ്മിനീങ്ങൾക്ക് മാത്രമേ കിട്ടുള്ളൂ. ഒരു കാഫിറിന്റെ മക്കയ്ക്ക് കടക്കാൻ പറ്റുമോ? ഇല്ല. ലോകത്ത് കാഫിർ മുസ്ലിമും ഷെയർ ചെയ്യുന്നതാണ് മറ്റെല്ലാ വിഷയങ്ങളും. ഹറമൈനിലേക്ക് പറ്റുമോ? ഇല്ല. അവിടെ എത്താനുള്ള ഭാഗ്യം അല്ലാഹു തന്നില്ലേ? എന്തിന് ഞാൻ ഇവിടെ വന്നു? മഹ്ശറയെ ഓർമ്മിപ്പിക്കാനാണ്. യാ അല്ലാഹ്, നിന്റെ വസ്ത്രം അതാണ്. തവാഫ് ചുറ്റുകയാണ്. മഹ്ശറയിൽ ഓട്ടമുണ്ട്. അംബിയാഇന്റെ മുമ്പിലേക്ക് ഓട്ടമുണ്ട്. യാ അല്ലാഹ്, ഹിസാബ് തുടങ്ങണം പടച്ചവനെ. 40,000 വർഷം വരെ കാത്തിരിക്കുമെന്ന് ചില ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അംബിയാക്കന്മാരുടെ മുമ്പിലേക്ക് ഓടുമെന്നാണ്. യാ അല്ലാഹ്, ആദം നബിയെ, അല്ലാഹുവിനോട് അങ്ങൊന്ന് പറയണം, വിചാരണ തുടങ്ങാൻ ഈ നൃത്തം കൊണ്ട് പ്രയാസമായി പോയി, ഒന്ന് തുടങ്ങട്ടെ. എങ്ങനെയാണ്? കാത്തിരിപ്പ് ഭയങ്കര പ്രയാസമാണ്. ഇബ്രാഹിം നബിയെ അങ്ങൊന്ന് പറയൂ അല്ലാഹുവിനോട്. ഈസാ നബിയെ അങ്ങൊന്ന് പറയൂ. കലീമുല്ലാഹ് അൻത കലീമുഹു വകല്ലംത തക്ലീമാ. നിങ്ങളൊന്ന് പറയൂ അല്ലാഹുവിനോട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരും. നബിയേ, അങ്ങ് പറയണം, ഞാൻ പറയാം അല്ലാഹുവിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞ് സുജൂദ് ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഫാ മറവയിലെ ഓട്ടം പോലെ മഹ്ശറയിൽ ഒരു ഓട്ടം വരാൻ പോകുന്നുണ്ട്. മനുഷ്യർ മുഴുവനും അവരവരുടെ അമ്പിയാക്കളിലേക്ക് ഓടുമെന്നാണ്. അല്ലാഹുവിനോട് വിചാരണ തുടങ്ങാൻ. എന്തേ? ആ വെയിറ്റിംഗ് സഹിക്കാൻ പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ഓർമ്മിപ്പിക്കേണ്ട കർമ്മങ്ങളാണ് നമ്മുടെ തവാഫും നമ്മുടെ സഅയുമെല്ലാം. സുബ്ഹാനല്ലാഹ്. മുടി മുറിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ മുടി ഒന്ന് മുണ്ഡനം ചെയ്തേക്കണം. ഇവിടെ ഉസ്താദ് പറഞ്ഞില്ലേ, റഹിമല്ലാഹുൽ മുഹല്ലിഖീൻ. മുടി മുണ്ഡനം ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ എന്ന് തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. എന്തേ അത്? നീ നിന്നെ തന്നെ അങ്ങോട്ട് മാറ്റിയിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. യാ അല്ലാഹ്, നിന്റെ വസ്ത്രം നീ മാറ്റി, ഇഹ്റാമിന്റെ വസ്ത്രം. അതുകൊണ്ട് നീ തെറ്റ് ചെയ്തില്ല അല്ലേ? ദുനിയാവിന്റെ ഒന്നും നിന്നെ തൊട്ടു തീണ്ടിയില്ല. എന്തേ? നീ നഖം മുറിച്ചില്ല. നഖം മുറിക്കലും മുടി നീക്കലൊക്കെ സൗന്ദര്യം ആസ്വദിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന നേരത്ത് ചെയ്യുന്ന പണിയാണ്. ഒന്ന് ചുറുക്ക് വേണം, സുന്നത്താണ്. പക്ഷെ അത് സൗന്ദര്യത്തിന്റെ ഭാഗമാണ്. അത്തർ പൂശി നടക്കുന്ന അത്തറിന്റെ ആ ഒരു സുഗന്ധം ഹറാമാണ്. ഇഹ്റാമിന്റെ സമയത്ത് പറഞ്ഞില്ലേ, ഹറാമാണ് അത്തർ പൂശി. എന്തേ? ദുനിയാവിന്റെ ഒരു ചിന്തയും നിനക്കിപ്പോ ഇല്ല. യാ അല്ലാഹ്, ആ പച്ചയായ വെയിൽ നിന്റെ തലയിലേക്ക് തട്ടുന്നുണ്ട്. തൊപ്പി വെക്കാൻ പാടില്ല. കൊടചൂടൽ പോലും അത്യാവശ്യമെങ്കിൽ അനുവദിക്കപ്പെട്ടു എന്ന് ഉലമാ പറഞ്ഞു. തല മറക്കല്ല. അത് അല്ലാഹുവിന്റെ പച്ചയായ മഹ്ശറയിലെ വെയിലുകൊള്ളുന്ന പ്രതീതിയിൽ നീ ഒന്ന് അനുഭവിക്കുക. യാ അല്ലാഹ്, എന്താണത്? നമ്മൾ അങ്ങനെ ആലോചിച്ച് നോക്കിയോ? ഇതാണ് നമ്മൾ ചെയ്യുന്ന ഉംറ എന്ന്, ഇതാണ് നമ്മൾ ചെയ്യുന്ന സഅയ് എന്ന്. യാ അല്ലാഹ്, എല്ലാം പച്ചയിൽ. ഇനി നിന്റെ മുടി പോലും എടുത്തിട്ട് നീ ഒരു പുതിയ മനുഷ്യനായിട്ട് തിരിച്ചുപോയിക്കോ നാട്ടിലേക്ക്. നിന്നെ ശുദ്ധീകരിച്ചിരിക്കുകയാണ്. യാ അല്ലാഹ്, ഇതിനാണ് അല്ലാഹു മുണ്ഡനം ചെയ്യാൻ പറയുന്നത്. ഇതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇഷ്ടപ്പെട്ടത്. മുടി മുറിച്ചാൽ മതി, നിനക്ക് വയ്യേ, നീ മുടി മുറിച്ചോ. 3 മുടി ശരീരത്തിന്റെ 3 ഭാഗം, തലയുടെ 3 ഭാഗത്ത് എടുത്താലും മതി, നിനക്ക് തഹല്ലുലാകാം. ഇഹ്റാം എന്ന് കഴിഞ്ഞു, നീ ഫ്രീ ആയി കഴിഞ്ഞു. പക്ഷേ മുണ്ഡനം ചെയ്തേക്ക്. എന്തേ? ഞാനിനി മാറിയിട്ടുണ്ട്. യാ അല്ലാഹ്, ഈ ഒരു മാറ്റം ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഒരു മനുഷ്യന്റെ ഹജ്ജോ ഉംറയോ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ അടയാളങ്ങളുണ്ട്. ഹജ്ജോ ഉംറയോ സ്വീകരിച്ചിട്ടുണ്ടോ എന്നറിയാൻ അടയാളമുണ്ട്. എന്താണ് അടയാളം? ഒന്ന്, ഇബാദത്തുകളിൽ മാറ്റം വരണം, കർമ്മങ്ങളിൽ മാറ്റം വരണം. ഉംറക്ക് പോകുന്നതിന്റെ മുമ്പ് ചെയ്തിരുന്ന മോശമായ പണികളൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. ഉംറ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആള് മാറിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, ജീവിതത്തിൽ സൂക്ഷ്മത വന്നിട്ടുണ്ട്. അവന്റെ ഉംറ അല്ലാഹു സ്വീകരിച്ചു എന്നതിന്റെ അടയാളമെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മുടെ ഇതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 2, 3 പറഞ്ഞു. ഒന്ന്, അവന്റെ കർമ്മങ്ങൾ മാറിയിരിക്കുന്നു. കുറച്ച് അമല് ചെയ്തിരുന്ന ആളുകൾ ഉംറ ചെയ്ത് വന്നാൽ അമലിന്റെ എണ്ണം കൂട്ടും. എന്നും 1 പേജ് ഓതിയിരുന്ന ആൾ ഉംറ കഴിഞ്ഞ് വന്നിട്ട് ഇതാ ഒരു 4 പേജ് എന്നും ഖുർആൻ. തീരെ ഓതാത്ത മനുഷ്യനൊന്ന് ഓതാൻ തുടങ്ങി. നിസ്കാരങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ല, എല്ലാം കൃത്യമായി നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഇവന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചു. ഇതൊക്കെ ജനങ്ങൾക്ക് കാണാൻ പറ്റും. എത്ര ഹജ്ജ് ചെയ്തിട്ടും ആളിൽ ഒരു മാറ്റമില്ല. ആളുടെ വർത്തമാനത്തിൽ ഒരു സൂക്ഷ്മതയിൽ അങ്ങനെ തമാശകളും വർത്തമാനങ്ങളും.
യാതൊരു കാര്യഗൗരവമില്ലാതെയുള്ള ഈ ജീവിതം, അവന്റെ പൈസ പോയി കുറെ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശ് ഫ്ലൈറ്റുകൾക്ക് പോലെ ഏജൻസികൾക്കും കിട്ടി എന്ന് മാത്രം വിചാരിച്ചാൽ മതി, ഹജ്ജ് കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ ലക്ഷണം, അവന്റെ സുഹ്ബത്ത് മാറുമെന്ന് മഹാനായ ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു, അവന്റെ സുഹൃത്തുക്കൾ മാറുമെന്നാണ്, സൗഹൃദ വലയം മാറും. ഹജ്ജിന് പോകുന്നതിന്റെ മുമ്പ് അവന് പല കൂട്ടുകാരുണ്ട്. കുറച്ച് സിനിമക്ക് പോകുന്ന കൂട്ടുകാർ, ചില കൂട്ടുകാർ ഫുട്ബോൾ കളിക്ക് പോകാൻ കൂടെ പോരുന്ന ആളുകൾ, വേറെ ചില കൂട്ടുകാർ എന്തെങ്കിലും ചില ഡാൻസ് പരിപാടികളുണ്ടോ അതിന് കൂടെ കൂടുന്നവർ, പിന്നെ കുറച്ചാൾക്കാർ വല്ല ഖുർആൻ ക്ലാസ് ഉണ്ടെങ്കിൽ അതിന് കൊണ്ടുപോകുന്നവർ. ഇനി ഉംറ കഴിഞ്ഞു വന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്നവരുടെ കൂടെ മാത്രമേ അയാൾക്ക് ജീവിക്കാൻ കഴിയൂ എന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവന്റെ ഉംറ അള്ളാഹു സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കിക്കോളൂ. മറ്റേതൊക്കെ വിട്ടു കൂട്ടുകാരെ, സലാം, നിങ്ങളുടെ കൂടെ ഞാനില്ല. പിന്നെ അവൻ ചെന്നിരിക്കുന്ന സ്ഥലങ്ങൾ മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസ് ആസ്പദമാക്കിയാണ് ഇമാമുന ഗസാലി തങ്ങൾ ഈ പറയുന്നത്. സുഹ്ബത്ത്, അവന്റെ മജ്ലിസ് മാറും. അവൻ പോയിരുന്ന ക്ലബ്ബുകൾ മാറി. അവന്റെ ഫേസ്ബുക്കിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പിന്റെ വലയം കുറെ ആൾക്കാരവൻ ഒഴിവാക്കി. വേണ്ട, അവൻ വേറെ ഐഡിയ എടുത്തിട്ട് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേരുകയാണ്. സുബ്ഹാനല്ലാഹ്, പഴയ ഐഡിക്കാരൻ നിന്നെ കോണ്ടാക്ട് ചെയ്യണ്ട, ഞാൻ എന്റെ അക്കൗണ്ട് എന്നെ മാറ്റിക്കളഞ്ഞു. അവന്റെ മജ്ലിസ്, ചെന്നിരിക്കുന്ന സ്ഥലം, അത് കമ്പ്യൂട്ടറിന്റെ മുമ്പിലായാലും അവന് മജ്ലിസ് ഉണ്ട്, അല്ലെ? ഓൺലൈൻ മജ്ലിസാ. ക്ലബ്ബുകളിൽ, തിയേറ്ററുകളിൽ, സിനിമാ തിയേറ്ററിൽ ആട്ടവും ചാട്ടവും നൃത്തവും നടക്കുന്ന വേദികളിൽ, സംഗീത സദസ്സ്, ഇവരൊന്നും ഇവനെ കാണില്ല. അങ്ങനെയെങ്കിൽ ഉമ്മ അവനെ പ്രസവിച്ച നാളിൽ എത്ര ശുദ്ധിയുണ്ടോ അതുപോലെ അവൻ തിരിച്ചു വന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ പരുവത്തിലേക്കാൾ മാറിയിട്ടുണ്ടാകുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. ഒരു ഉംറ കഴിഞ്ഞ് അടുത്ത ഉംറയ്ക്ക് വരെ അതിന്റെ ഇടയിലുള്ള സമയം, ആ രണ്ട് ഉംറകളെ കൊണ്ട് അല്ലാഹു പാപങ്ങൾ പൊറുക്കും. വൻദോഷങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചെറുദോഷങ്ങളെല്ലാം രണ്ട് ഉംറകളെ കൊണ്ട് അല്ലാഹു പുറത്തു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, അവിടേക്ക് ചെല്ലാൻ ആ പരിശുദ്ധമായ മണ്ണ് അമ്പിയാക്കന്മാർ നടന്നുപോയ മണ്ണാണ്, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പിറന്നു വീണ മണ്ണാണ് മക്ക. അവിടുന്ന് ജനിച്ച സ്ഥലമാണത്. അവിടുത്തെ കുട്ടിക്കാലം കഴിച്ചുകൂട്ടിയ സ്ഥലമാണ് മക്ക. അവിടുന്ന് ഉപയോഗിച്ച ഒന്നും ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇന്ന് അവിടുത്തെ മക്കായിലെ മതാഫ് ഇന്നത് വളരെ മനോഹരമായ വൈറ്റ് മാർബിൾ ആണ്, അല്ലേ? അവിടുത്തെ പള്ളി, അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചവിട്ടിയ മണ്ണ് നമുക്കിനി ചവിട്ടാൻ കിട്ടാനില്ല. എല്ലാം മാറി. മദീനയിലും ഫ്ലോറിങ്ങും അതിന്റെ എല്ലാം കഴിഞ്ഞിട്ട് മദീനയിലെ മുറ്റം പോലും അവിടുന്ന് ചവിട്ടിയ സ്ഥലം നമുക്ക് കിട്ടാനില്ല. ആ പ്രദേശമുണ്ട്, പക്ഷെ ആ എക്സാക്ട് മണ്ണുണ്ടോ? ഇല്ല. ഒരേ ഒരു സാധനമേ ലോകത്ത് ബാക്കിയുണ്ടായിട്ടുള്ളൂ. ഒന്നേ ഒന്ന് മാത്രമേ ഇനിയും ബാക്കിയുള്ളത്. അവിടുന്ന് സ്പർശിച്ച പോലെ, അവിടെ നിന്ന് അനുഭവിച്ചതുപോലെ ഒരു മാറ്റം വരാതെ അങ്ങനെ തന്നെ വെച്ചത് ഒന്നേ ഒന്നുള്ളൂ. അതെന്താണ്? അൽ ഹജറുൽ അസ്വദ്, പരിശുദ്ധമായ ഹജറുൽ അസ്വദാണ്. അത് അങ്ങനെ തന്നെയാണ്, അതിന് വേറൊന്നും മാറ്റം വന്നില്ല. സുബ്ഹാനല്ലാഹ്, അതാ കഅബയുടെ കോർണറിൽ കിടക്കാൻ അവിടെ നിന്ന് ചുംബിച്ചു. ഇമാമുന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ചു കൊണ്ടിരിക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ, അലൂനി ചോദിച്ചോളൂ, ഇന്ന് ഹജ്ജിന്റെ മസലകൾ ചോദിച്ചോളൂ, ഇന്ന് ഞാൻ പറഞ്ഞുതരാം, എല്ലാം ചോദിച്ചോളൂ. അവിടുന്ന് തവാഫ് ചെയ്യുന്നത് കരഞ്ഞുകൊണ്ടാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ആ വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നി വല്ലാഹി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. മുഅ്മിനീങ്ങളെ, ഈ കൊല്ലം കഴിഞ്ഞാൽ അടുത്ത ഒരു കൊല്ലം നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 85-ാമത്തെ വയസ്സിലല്ല ഇത് പറയുന്നതെന്ന് ഓർക്കണം. 90 വയസ്സുള്ള സമയത്തല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വയസ്സ് എത്രയാണ്? 63. 63 ഒരു വയസ്സെന്ന് പറയേണ്ട പ്രായമായിട്ടുണ്ടോ? പ്രായമായ ഒരു മനുഷ്യന്റെ പ്രായമായിട്ടുണ്ടോ? ഇപ്പോഴത്തെ കാലം ആയില്ല. 60 ആരോഗ്യമുള്ള സമയമാണ്. അവിടത്തേക്ക് അല്ലാഹു തോന്നിപ്പിച്ചു കൊടുക്കുന്നു, നബിയെ അവിടുത്തെ ദൗത്യം പൂർത്തിയായിട്ടുണ്ട്, ഇനി എന്റെ അടുത്തേക്ക് തിരിച്ചു പോരി നബിയെ, സമയമായിട്ടുണ്ട്.
അവിടെ നിന്ന് ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ അവിടുത്തെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കാൻ വഹുവ യഖൂൽ, ഹജ്ജിന്റെ സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഇന്നി വല്ലാഹി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഈ കൊല്ലം കഴിഞ്ഞാൽ ഇനി നിങ്ങളെ എനിക്ക് കാണാൻ പറ്റിയില്ലെന്ന് വരും, അതുകൊണ്ട് എന്റെ അടുത്ത് നിന്ന് പഠിച്ചോളൂ എന്ന് അങ്ങനെ പറഞ്ഞ് അവിടുന്ന് തവാഫെല്ലാം കഴിഞ്ഞ് വയഖ്തരിബു മിനൽ ഹജറിൽ അസ്വദ്, ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് അവിടെ നിന്ന് ഇങ്ങനെ എടുത്തു വന്നു. ഫലാ യതമാലകു നഫ്സ, അവിടുത്തെ ശരീരത്തെ പോലും അവിടത്തേക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത വിധം അവിടുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സുബ്ഹാനല്ലാഹ്, ഉമർ റളിയല്ലാഹു അൻഹു ഹബീബിനെ നോക്കുമ്പോൾ ഫഇദാ ബിന്നഫ്സി തഖ്ശഉ വൽ ഐനു തദ്മഅ, കണ്ണുനീർ പൊടിയുന്ന സമയമാണ്, കരയുന്ന സമയം. وتسيل الدموع على خديه, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഹജറുൽ അസ്വദ് ഇങ്ങനെ തൊടാൻ വരുമ്പോ, അതിനെ ചുംബിക്കുമ്പോ കണ്ണുനീരിങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ നേരം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, ഹുനാ തുസ്കബുൽ ഇബ്റാതു യാ ഉമർ, ഹുനാ തുസ്കബുൽ ഇബ്റാതു യാ ഉമർ. ഉമറേ, ഈ മുത്തുന്ന നേരം, ഹജറുൽ അസ്വദിനെ തൊട്ട് മുത്തുന്ന നേരം ഒരുപിടി പാഠങ്ങൾ അല്ലാഹു തരുന്ന നേരമാണിത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള നേരമാണിത്. ഒരുപാട് ഉത്ബോധം അല്ലാഹു നൽകുന്ന സ്ഥലമാണിത്. ഇൽമിന്റെ കിട്ടേണ്ട അല്ലാഹുവിന്റെ നൂറിറങ്ങുന്ന സ്ഥലമാണിത് ഉമറേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഹുനാ തുസ്കബുൽ ഇബ്റാത്, ഇവിടെന്നാണ് അല്ലാഹുവിന്റെ ഇൽമുകൾ ചൊരിഞ്ഞു നൽകപ്പെടുന്ന സ്ഥലമാണ് ഈ ഹജറുൽ അസ്വദിന്റെ മഖാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തൊട്ട കല്ല് അങ്ങനെ ബാക്കിയുണ്ട്. അല്ലാഹു അത് തൊടാനോ മുത്താനൊക്കെ ഉള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഉസ്താദ് പറഞ്ഞില്ലേ, തിരക്കുണ്ടെങ്കിൽ തിരക്കാൻ പാടില്ല അല്ലെ. മുഅ്മിനായ ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കൽ ഹറാമാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. അത് മക്കയിൽ ചെന്നാൽ പ്രത്യേകിച്ചും പാടില്ല, മദീനയിലും ഒരിക്കലും പാടില്ല. അപ്പോ ആളുകൾ തിക്കി തിരക്കും, കുഴപ്പമില്ല. അതിനെ കാണുമ്പോ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് കൈ ഉയർത്തി ആ കൈ ഇങ്ങോട്ട് മുത്തിയാൽ അതിന് മുത്തിയതിന്റെ കൂലി അല്ലാഹു തരുന്നു. തിരക്കാൻ പോകരുത്. തിരക്കുന്നത് ഹറാമാണ്, അതിനെ ചുംബിക്കുന്നത് സുന്നത്താണ്. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ കല്ലാണ് ഹജറുൽ അസ്വദ്, എനിക്കറിയാം, എന്റെ ഹബീബ് നിന്നെ മുത്തിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ മുത്തുകയാണെന്ന് പറഞ്ഞ് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ കല്ലിൽ തുരുതുരാ ഉമ്മ വെച്ചുവെന്ന് സ്വഹീഹായ ഹദീസിൽ കാണാൻ കഴിയും. സാധിക്കുമെങ്കിൽ ചെയ്യുക, തിരക്കാൻ നമുക്ക് കഴിഞ്ഞോണമെന്നില്ല. പക്ഷേ തിരക്കാൻ പോകരുത്. പെണ്ണുങ്ങൾ ഒരിക്കലും തന്നെ അവിടെ തിരക്കാൻ പോകരുത്. പെണ്ണുങ്ങൾ ഒരിക്കലും ആ ഭാഗത്തേക്ക് തന്നെ എടുക്കരുത്. കാരണം പുരുഷന്മാർ തിക്കി തിരക്കുന്ന പ്രദേശമാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി കലർന്നാണ് തവാഫ് ചെയ്യുക. അള്ളാഹുവിന് ഒരു കഅബയല്ലേ ഉള്ളൂ, ഒരു കഅബയും ഒരു മതാഫല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ അനുവദിക്കപ്പെട്ടു എന്ന് പറയാതെ ഇരിക്കാൻ വയ്യ. അങ്ങനെ നടക്കുള്ളൂ, അതുകൊണ്ട് അവിടെ അങ്ങനെ. നേരെ മറിച്ച് മദീനയിൽ അങ്ങനെയല്ല, പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ് ആണ്, അവരെടുക്കാൻ പാടില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും കാണുന്ന അവസ്ഥ അവിടെ ഇല്ല. പക്ഷേ മക്കയിൽ ഒരു കഅബയല്ലേ ഉള്ളൂ, അവിടെ മാറ്റി നിർത്താൻ വയ്യ. ഹജ്ജിനും ഉംറക്കും വരുന്ന ആളുകൾക്ക് തവാഫ് ചെയ്യണ്ടേ ആ രീതിയിൽ. എന്നാൽ പോലും ഇൻ അറ്റ്മോസ്റ്റ് റെസ്പെക്ട്, ഏറ്റവും വലിയ ബഹുമാനത്തിലാണ് ആ കർമ്മങ്ങൾ ചെയ്യുക. അവിടെ തിക്കി തിരക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞുവല്ലോ, അന്യൊരു പെണ്ണിനെ തിക്കി തിരക്കുന്നത് ഒരു ചെളിപുഴന്റെ പന്നിയെ തിരക്കുന്നത് പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇന്നലെ അത് ചർച്ച ചെയ്തില്ലേ. ഹറമൈൻ ഒരിക്കലും പറ്റില്ല. കണ്ണുകൾ താഴ്ത്തി അവിടെ മുഖവും മുൻകൈയും പെണ്ണുങ്ങൾക്ക് തുറന്നു വെക്കണം, മൂടാൻ പാടില്ല. അവിടെ കണ്ണുകൾ സൂക്ഷിക്കണം. ഹറാം, നമ്മൾ പരിശുദ്ധ ഹറാമിന്റെ വേഷത്തിലാണ്, ഹറാമിന്റെ അവസ്ഥയിലാണ്. കണ്ണുകൾ ഭൂമിയിലേക്ക് താഴ്ത്തി ആകാശത്തേക്ക് ഉയർത്തിയോ ചുറ്റുഭാഗത്തേക്ക് നോക്കാതെ, കണ്ണുകളെ ഹറാമിലേക്ക് പോകാൻ അനുവദിക്കാതെ ആ പരിശുദ്ധമായ സ്ഥാനത്ത് വളരെ ഭവ്യതയോടുകൂടെ നമ്മുടെ തവാഫും സഅയൊക്കെ ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കാരണം ഒരു സ്ഥാനത്ത് വരും, ഒരു സ്ഥലത്തിന് മഹത്വം കൂടുമ്പോൾ കൂലി വർദ്ധിക്കുന്നത് പോലെ അവിടെയുള്ള ശിക്ഷയും വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ചെരുപ്പ് പോകുമില്ലേ. ശ്രദ്ധിച്ച് നമ്മളെ പോയ ആളുകൾക്ക് അറിയാം, ചെരുപ്പ് തൂക്കി പിടിച്ച് നടക്കുകയാണ്. ചെരുപ്പ് വെക്കാൻ അതിൻ്റെ ഉള്ളിൽ സൗകര്യം, അത് ഹറമിന്റെ ഖാദിമീങ്ങളായ ആളുകൾ, അവിടുത്തെ ഭരണാധികാരി ചെയ്യുന്നൊരു സൗകര്യമാണ്. കൊണ്ടുപോയതോ വെച്ചോണ്ടോ കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ നല്ല ചെരുപ്പൊക്കെ റൂമിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ചെരുപ്പിട്ട് പള്ളിയുടെ പുറത്തത് വെച്ചിട്ട് അതൊക്കെ വിടീൻ. അവിടെ ചെരുപ്പല്ല വിഷയം. ഹറമിന്റെ പള്ളിയിലേക്ക് നമ്മൾ കാലുകൊണ്ട് ബാത്റൂമിലേക്ക് പോകുന്ന ഈ ചെരുപ്പ് അള്ളാന്റെ പള്ളിന്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെ കൊണ്ടുപോകും? ഇത് ചിന്തിക്കുക. മസ്അലയും ഫിഖ് അല്ല ഞാൻ പറയുന്നത്.
ആ വിഷയം എന്താണ് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് അള്ളാഹുവിന്റെ ഹറം? 1,00,000 അള്ളാഹ് കൂലി തരാമെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു അഴുക്കുള്ള സാധനം കഅബ വരെ കൊണ്ടുപോകണോ? പള്ളിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കണോ? സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി അല്ലാഹുമ്മ സല്ലി വസല്ലം സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. അവർക്കൊരു വീടുണ്ടായിരുന്നു ഹറമിന്റെ ഉള്ളിൽ, അല്ല, ഒരു പള്ളിയുണ്ട് ഹറമിന്റെ ഉള്ളിൽ. വീട് ഹറമിന്റെ പുറത്താണ്. ഹറം എന്ന് പറഞ്ഞ വിശാലമായ പ്രദേശമാണ്. നമുക്കറിയാം, ജിദ്ദയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത്, ജിദ്ദയോടടുക്കുന്ന സമയത്താണ് ഹറമിന്റെ ഹുദൂദുൽ ഹറം, ഹറമി മക്ക, മക്കയുടെ ബോർഡർ എന്ന് കാണിക്കുന്ന ഭാഗം കുറെ അങ്ങ് പോന്നിട്ടാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ വീട് വെച്ചത് ഹറമിന്റെ പുറത്ത്, പള്ളി വെച്ചത് ഹറമിന്റെ ഉള്ളിൽ. അപ്പൊ ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് ആ വീടും കൂടെ പള്ളിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ വളരെ അടുത്ത് സൗകര്യമായിരുന്നില്ലേ, നിങ്ങൾ എന്തേ അങ്ങനെ ചെയ്തത്? എന്താ മറുപടി? എനിക്കറിയാം, ഇബാദത്തിന് കൂലി ഹറമിൽ കൂടുതലാണ്. ഇബാദത്തിന് അല്ലാഹു ലക്ഷക്കണക്കിന് കൂലി തരുന്ന പ്രദേശമാണ് ഹറം. പക്ഷേ ഞാൻ എന്റെ വീട് ഹറമിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചാൽ, അനാവശ്യ വർത്തമാനങ്ങൾ ഞാൻ പറഞ്ഞാൽ, എന്റെ ഭാര്യയോ കുട്ടികളോ പറഞ്ഞാൽ, അത് അല്ലാഹുവിന്റെ ഹറമിൽ വെച്ച് പറയലാകില്ലേ? അതുകൊണ്ട് അതിന്റെ കുറ്റവും കൂടുതലാണ്. അതുകൊണ്ട് എന്റെ വീട് ഹറമിന്റെ ഉള്ളിൽ വേണ്ട, പള്ളി മതി, ഞാൻ താമസം ഹറമിന്റെ പുറത്തായിക്കോട്ടെ എന്ന് നിശ്ചയിച്ച മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങളുടെ മകൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, മക്കയിലെ മുഴുവൻ ഹോട്ടലുകളും കിടക്കുന്നത് ഹറമിന്റെ ഉള്ളിലാണ്. മക്കയിലെ മാർക്കറ്റ് മുഴുവൻ, മക്കയുടെ ആ പ്രദേശം ഒരു പിടി സ്ക്വയർ കിലോമീറ്റർ കിടക്കുന്നത് ഹറമിന്റെ ഉള്ളിലാണ്. റൂമിൽ ചെന്നിട്ട് കുറച്ച് തമാശയൊക്കെ പറഞ്ഞേക്കാം. അരുത് മുഅ്മിനീങ്ങളെ, സ്വഹാബത്തെ ഹറമിന്റെ അപ്പുറം പോയിട്ടാ വീടുണ്ടാക്കിയത്. സുബ്ഹാനല്ലാഹ്, ഉള്ളെന്ന് പറഞ്ഞാൽ ഗൗരവമാണ്, അല്ലേ? തത്തുല്യമായ സംഭവം ഇമാമുന റാസി റളിയല്ലാഹു അൻഹു സൂറത്തുൽ ഖദർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അലി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് നബി തങ്ങൾ പറയാ, അലിയേ, ആ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനോടൊന്ന് എഴുന്നേറ്റ് wudu എടുക്കാൻ വേണ്ടി പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംഭവം ഇതാണ്. അല്ലാമ റാസി റളിയല്ലാഹു അൻഹു ആണ് ഈ സംഭവം തഫ്സീറിൽ ഉദ്ധരിച്ചത്. ഒരാൾ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയുന്നു, അലിയെ, ആ മനുഷ്യനോട് നിങ്ങൾ പോയിട്ട് wudu എടുക്കാൻ വേണ്ടി പറയണം. അലി റളിയല്ലാഹു അൻഹു അയാളെ വിളിച്ചു. അയാൾ എഴുന്നേറ്റ് പോയി wudu എടുത്തു വന്നു. അലി റളിയല്ലാഹു അൻഹു തിരിച്ചു വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൻത സബ്ബാഖുൻ ഇലൽ ഖൈർ, നിങ്ങൾ ഖൈറിലേക്ക് വളരെ പെട്ടെന്ന് പോകുന്ന ആളല്ലേ, ഒരു നന്മ അത് ആദ്യം ചെയ്യുന്ന ആളല്ലയോ നബിയെ അങ്ങ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? എന്തേ ഇപ്പൊ ഇയാളെ വിളിച്ച് wudu എടുപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു കൂലിയുള്ള കാര്യമാണല്ലോ, നിങ്ങളൊന്ന് wudu എടുക്കണം എന്ന് പറയുന്നത്. അതെന്തേ അങ്ങ് എന്നെ ഏൽപ്പിച്ചത്? അതെന്തേ അങ്ങ് തന്നെ പറയാതിരുന്നത് എന്ന് ചോദിച്ചു. നിങ്ങളാണല്ലോ അത് ഏറ്റവും ആദ്യം ചെയ്യുക നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അവിടുത്തെ ഹബീബ് കൊടുത്ത മറുപടി? അലിയെ, നിങ്ങൾ അയാളെ wudu ചെയ്യാൻ വേണ്ടി വിളിച്ചാൽ, ഉറങ്ങണ മനുഷ്യനാണ്, എഴുന്നേറ്റ് എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാം എന്ന് പുറത്തു പോകുമോ? ഇല്ല. അയാളൊരു തെറ്റ് ചെയ്തു. ഞാൻ അയാളെ വിളിക്കുകയും പോയി wudu എടുക്കണമെന്ന് ഞാൻ അയാളോട് പറയുകയും ചെയ്ത് ആ മനുഷ്യൻ എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, അല്ലാഹുവിന്റെ റസൂലിനെതിരെ ചെയ്താൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. റഹ്മത്തൻ ബിഹി, ആ മനുഷ്യനോടുള്ള റഹ്മത്ത് കൊണ്ടാണ് ഞാൻ ചെന്ന് വിളിക്കാതിരുന്നത്, നിങ്ങളോട് വിളിക്കാൻ പറഞ്ഞത്. എങ്ങാനും അയാൾ എഴുന്നേറ്റില്ലെങ്കിലും ഇസ്ലാം എന്ന് പുറത്തു പോകില്ലല്ലോ. ഞാൻ പറഞ്ഞത് അനുസരിക്കാതിരുന്നാൽ അയാൾ ഇസ്ലാം എന്ന് പുറത്തു പോകും, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിലെ പാഠം? പറയുന്ന ആൾ, ചെയ്യുന്ന സ്ഥലം, ചെയ്യപ്പെടുന്ന സമയം, ഇതിനൊക്കെ കൂലി കൂടുന്ന പോലെ അതിൽ തിന്മകൾക്കുള്ള ഗൗരവവും കൂടുതലാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹ് പരിശുദ്ധ ഹറമൈനിയിലേക്ക്, പരിശുദ്ധ മക്കയിലേക്ക് നമ്മൾ വരിക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒരു പിടി പാഠം അത് തന്നെയാണ്. നല്ലൊരു കുടുംബല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കുടുംബം. അള്ളാഹു വിളിച്ചപ്പോ വന്നതാണ്. നമ്മളൊക്കെ നാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടുന്ന് ബസ്സിലോ അല്ലാതെയോ നമ്മൾ ഹറമൈനിലേക്ക് എത്തുകയാണ്. അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിച്ചത് എവിടുന്നാ? ഫലസ്തീനിൽ നിന്നാ വരാൻ പറഞ്ഞത്.
ഇബ്രാഹിം അലൈഹിസ്സലാം ഒരുപാട് നടന്നുപോയ മഹാനാണ്. ഒരുപാട് കാലം 200ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വഫാത്താകുന്നത്. 200 വയസ്സുള്ളപ്പോൾ അവരെ വഫാത്തായി കിടക്കുന്നത് ഇന്നത്തെ ഇസ്രായേലിന്റെ ഭാഗമായ ഹിബ്രോൺ എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഖലീൽ എന്ന അറബിയിൽ പറയുന്ന പ്രദേശത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണ്? അവരുടെ ആദ്യ ഭാര്യയായിരുന്ന സാറ ബിബി റളിയല്ലാഹു അൻഹ, മഹാനായ അവരുടെ മകൻ പുത്രൻ നബിയായിരുന്ന ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇവരൊക്കെ കിടക്കുന്നത് മസ്ജിദുൽ അഖ്സയിലാണ്, ജെറൂസലേമിലാണ്. യാ അല്ലാഹ്, അല്ലാഹു വരാൻ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിക്കുന്നത് എവിടെയാ? ഇറാഖിൽ. ഇറാഖിൽ നിന്ന് പിന്നെ വരികയാണ് ഈജിപ്തിലേക്ക്, ഈജിപ്തിൽ നിന്ന് വരുന്ന ഫലസ്തീനിലേക്ക്, ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ്. അല്ലാഹു തആല വരാൻ വേണ്ടി പറയുന്നു, കൊണ്ടുവരണം അല്ലേ ഭാര്യയെയും മകനെയും. യാ അല്ലാഹ്, ഈ യാത്രയാണ് നമ്മൾ പോകുന്നത് മുഅ്മിനെ. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ചും ആ മരുഭൂമിയിലൂടെ അങ്ങനെ പോകുമ്പോ ഇങ്ങനെ ഓർമ്മ വരണം, ഈ നാട്ടിലൂടെയൊക്കെ എന്റെ ഹബീബിന്റെ ഉപ്പാപ്പ മഹാനായ അബുൽ അംബിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടന്നുപോയൊരു ദൂരം, ആ ഒരു ഹാർഡ്ഷിപ്പ്, എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിരിക്കണം. 2000-ലേറെ 3000-ഓളം കിലോമീറ്റർ ദൂരം വരും ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് എത്താൻ. യാ അല്ലാഹ്, 2000-ലേറെ കിലോമീറ്റർ ദൂരമുണ്ട്. ആ ദൂരം അള്ളാഹു വരാൻ വേണ്ടി പറഞ്ഞു. ആരെ കൊണ്ട്? കൊച്ചു പൈതലിനെ കൊണ്ട്. വെള്ളം കിട്ടുമോ മരുഭൂമിയിൽ? തവക്കൽതു അലാ, അല്ലാഹ് പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തു. യാ അല്ലാഹ്, അതല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ വന്ന പ്രദേശത്തേക്കാണ് നമ്മൾ കാലുകുത്താൻ പോകുന്നത്. അവിടെ വന്ന് ആ ഒരു യാത്ര കഴിഞ്ഞ് വന്ന് കൊച്ചു മക്കൾ അവിടെ ആക്കി പോകുമ്പോ ഹാജർ റളിയല്ലാഹു അൻഹ ചോദിച്ചുവല്ലോ, അല്ലേ നിങ്ങൾ പോവാണോ? അതെ, പോവുകയാണ്. ഞങ്ങളുടെ ഒറ്റയ്ക്കാക്കി പോവാണോ? അതെ. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ? അതെ. ഇങ്ങനെ തലയാട്ടി കൊടുത്തു. അതേ എന്ന് പറഞ്ഞില്ല. ഇദൻ ലാ യുഖയ്യിബുനാ, അല്ലാഹു ഞങ്ങളെ വെറുതെയാക്കൂല എന്ന് ഹാജർ റളിയല്ലാഹു അൻഹ. നമ്മുടെ ഭാര്യമാർക്കത് കഴിയോ? നമ്മൾക്കത് കഴിയോ? ഏതെങ്കിലും ഒരു നാട്ടിലിങ്ങനെ ഇട്ടേച്ചു പോരണം നല്ല പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുമോ നമുക്ക്? അള്ളാഹു ഓർമ്മിപ്പിക്കല്ലേ, പഠിപ്പിക്കുകയല്ലേ മക്കയിലൂടെ. അങ്ങനെ അവരെ കൊണ്ടുചെന്നാക്കിയിട്ട് തിരിച്ചുപോയി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജെറൂസലേമിലേക്ക്, ഈലിയായിലേക്ക് തിരിച്ചുപോയി. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ ഓടിച്ചാടി നടക്കുന്ന സമയമായപ്പോഴാണ് രണ്ടാമതൊരു വരവ് വരുന്നത്. ആ വരവിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പുത്രനെ റബ്ബിന് വേണ്ടി സമർപ്പിക്കാൻ പറയുന്നത്, ബലിയെറുക്കാൻ വേണ്ടി പറയുന്നത്. രണ്ടാമത്തെ യാത്ര വന്നു, തിരിച്ചുപോയി. ആദ്യത്തെ യാത്ര വന്ന് തിരിച്ചുപോയി 4000-ലേറെ കിലോമീറ്റർ, 5000 കിലോമീറ്റർ 2 വേ കണക്കാക്കാം. രണ്ടാമത്തെ യാത്രയും ഒരു 5000 കിലോമീറ്റർ, 10000 സഞ്ചരിച്ചു. ഇപ്പോ പിന്നെ വന്ന് ഒരുപിടി വർഷങ്ങൾക്ക് ശേഷമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബം പടുത്തുയർത്താൻ വേണ്ടി വരുന്നത്. അന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് വലിയ വലിയ കല്ലുകൾ ചുമക്കാനുള്ള പ്രായമായിട്ടുണ്ട്. ആ സമയത്ത് വന്നിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. യാ അല്ലാഹ്, ഫഇദാ ബലഗ മഅഹു സഅയ, ഓടിച്ചാടി നടക്കുന്ന കാലത്ത് അറക്കാൻ വേണ്ടി പറയുന്നത് സഅയ്. സുബ്ഹാനല്ലാഹ്, തിരിച്ചു വന്നു. പിന്നെയും തിരിച്ചുപോയി ആ കർമ്മങ്ങളൊക്കെ ചെയ്തു. അല്ലേ, ഇന്നത്തെ അറഫയും മുസ്ദലിഫയും മിനായും ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ അറക്കാൻ കൊണ്ടുപോയ സ്ഥലങ്ങളല്ലേ. യാ അല്ലാഹ്, അവിടെയല്ലേ ജംറകൾ കിടക്കുന്നത്. ജംറത്തുൽ ഊലയും ജംറത്തുൽ വുസ്തയും ജംറത്തുൽ സുഗ്റയും ഒക്കെ കിടക്കുന്നത് എവിടെയാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ അറക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോ പിശാച് പിന്തിരിപ്പിക്കാൻ വേണ്ടി വന്ന സ്ഥലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം അവനെ അട്ടിയോടിക്കാൻ ശ്രമിച്ച പ്രദേശത്താ നമ്മളോട് അല്ലാഹു കല്ലെറിയാൻ വേണ്ടി പറയുന്നത്. ഓർക്കണം, അവിടെ ഉംറക്ക് പോകുമ്പോ നമ്മൾ ആ പ്രദേശമൊക്കെ ബസ്സിലൊക്കെ ഒന്ന് കാണിച്ചൊരു ഉസ്താദുമാർ, ഇതൊക്കെയാണ് ജംറയുടെ സ്ഥലം. സുബ്ഹാനല്ലാഹ്, അപ്പൊ ഓർമ്മ വരണം. അവിടെ 70-ലേറെ അമ്പിയാക്കന്മാർ അന്തർവിഷമം കൊള്ളുന്ന പള്ളിയുണ്ട് അവിടെ, മസ്ജിദ് ഖൈഫ്. സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപ്പാടുകളുള്ള പ്രദേശമാണ്. കുറെ കാലങ്ങൾക്ക് ശേഷം ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവിടുന്ന് കല്യാണം കഴിച്ചു. യമനികളായ ജുർഹും ഗോത്രത്തിലെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നെയും വന്നു, കാണാൻ വേണ്ടി വന്നു. എത്രയായി ഇപ്പോ? എത്ര 1000 കിലോമീറ്ററുകളായി. തിരിച്ചു വന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങനെ വീട്ടിലേക്ക് വന്നു. മോനുണ്ട് അവിടെ? ഇല്ല, മോനില്ല. ഭാര്യയോട് ചോദിച്ചു, മകൻ എവിടെ, നിങ്ങളുടെ ഭർത്താവ് എവിടെ എന്ന് ചോദിച്ചു. അപ്പോ പുറത്തു പോയതാണെന്ന് പറഞ്ഞു. കൈഫ ഐഷുക്കും, എങ്ങനെയുണ്ട് ജീവിതം? സ്വഅബുൻ വല്ലാഹ്. അവര് പറഞ്ഞു ഭയങ്കര പ്രയാസത്തിലാണ്, കഷ്ടപ്പാടാണെന്ന് പറഞ്ഞു ഭാര്യ.
തിന്നാനും ഒന്നുമില്ല, ഭക്ഷിക്കാനും ഒന്നുമില്ല, ഭയങ്കര കഷ്ടപ്പാടാണ്. എന്നാൽ നിങ്ങളുടെ ഭർത്താവിനോട് പറയണം, വാതിലിന്റെ അച്ചബത്തൊന്ന് മാറ്റണമെന്ന് പറഞ്ഞേക്കണം, വാതിൽ കട്ടിലെന്ന് മാറ്റാൻ പറയണം കേട്ടോ എന്ന് പറഞ്ഞു. വാതിൽ കട്ടിൽ മാറ്റിയേ. ഇസ്മായിൽ അലൈഹിസ്സലാം വന്നപ്പോ ഭാര്യ പറഞ്ഞു കൊടുത്തു, ഇവിടെ ഒരു സ്ട്രേഞ്ചർ, ഒരാൾ വന്നിരുന്ന അപരിചിതൻ വന്നു, നിങ്ങളെ ചോദിച്ചു, നിങ്ങളോട് സലാം പറഞ്ഞ് ഏൽപ്പിച്ചു പോയി, വാതിൽ കട്ടിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് നബുവത്തിന്റെ പ്രകാശം കിട്ടാൻ പോകുന്ന മകനാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. വന്നത് വാപ്പയാണെന്നറിഞ്ഞു. വാപ്പയുടെ വാക്കിന്റെ ലക്ഷ്യം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് ബോധ്യപ്പെട്ടു. ഭാര്യയെ അവളെ ത്വലാഖ് ചൊല്ലി അവളെ നിങ്ങൾ പറഞ്ഞയച്ചേക്കണം, ഈ പെണ്ണ് നിങ്ങൾക്ക് യോജിക്കൂല എന്ന് വാപ്പ പറയുകയായിരുന്നുവെന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം മനസ്സിലാക്കി. അവളെ പറഞ്ഞയച്ചു. നമ്മൾ തമ്മിൽ യോജിച്ചു പോകാൻ കഴിയില്ലെന്നാണ് എന്റെ ഉപ്പയാണ് പറഞ്ഞത്, ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലുകയാണെന്ന് പറഞ്ഞു. അവളെ ത്വലാഖ് ചൊല്ലി വേറെ കല്യാണം കഴിച്ചു. പിന്നെയും മകനെ കാണാൻ വന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പുണ്യഭൂമിയിലേക്ക്. യാ അല്ലാഹ്, എത്ര വരവാണ് വരുന്നത്. ആ വരവിലും വീട്ടിലേക്ക് അന്വേഷിച്ച് ചെന്നു, ഭർത്താവുണ്ടോ എന്ന് ചോദിച്ചു, ഇല്ല. ഭാര്യയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ജീവിതം? ഫീ ഖൈറിൻ വല്ലാഹ്, ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്, പ്രയാസങ്ങളൊന്നുമില്ല. എവിടെ നല്ല പ്രയാസമുണ്ട്, പക്ഷെ അവൾ ക്ഷമയുള്ള ഭാര്യയായിരുന്നു. അപ്പൊ പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞേക്കണം, വാതിൽക്കട്ടിൽ അങ്ങനെ നിന്നോട്ടെ എന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞ് തിരിച്ചുപോയി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ആ മകനെ കാണാൻ വേണ്ടി വന്ന് ഒന്ന് കാണാൻ കഴിയാതെ തിരിച്ചു പോകുന്ന അവസ്ഥ, ഒരു പിതാവിന്റെ വേദന കണ്ടില്ല. പക്ഷേ കാര്യം മെസ്സേജ് കൈമാറി കൊടുത്തു. അപ്പൊ ഉറപ്പിച്ചു, ഈ ഭാര്യയെ, ഇവൾ അള്ളാഹുവിന് ഇഷ്ടമാണ്, എന്റെ ഉപ്പാക്ക് ഇഷ്ടമായി, ഇവൾ എനിക്ക് യോജിച്ചവളാണ്. ആ ഭാര്യയെ നിലനിർത്തുകയായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അവരിലൂടെ ജനിച്ച പുത്രനാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, കഅബയെ ചുറ്റി അവിടത്തെ കഅബയെ പടുത്തുയർത്തുന്ന നേരത്ത് ഈ കാലാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലാണ് ഒരു പാറക്കല്ല് പിടിച്ചു വെച്ചത്. യാ അല്ലാഹ്, واتخذوا من مقام ابراهيم مصلى. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഖാം അവിടെയുണ്ട്. ദ സ്റ്റേഷൻ ഓഫ് ഇബ്രാഹിം, അങ്ങനെയാണ് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്റ്റേഷൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന സ്ഥലം, അവിടെ അതിന്റെ പിറകിൽ പോയിട്ടൊന്ന് നിസ്കരിക്കണം. ആര് പറയുന്നു? അല്ലാഹു ജല്ല ജലാലുഹു. എന്താ അവിടെ ഉള്ളത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാല് പതിഞ്ഞിട്ടുള്ള, കാലിന്റെ അടയാളം പതിഞ്ഞ ഒരു കല്ല്. മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, അമ്പിയാക്കന്മാരുടെ ആധാറുകൾ, പ്രവാചകന്മാർ, അവരുടെ പിൻഗാമികളായ അല്ലാഹുവിന്റെ ശ്രേഷ്ഠരായ ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, അവരുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവരുടെ ആന്റിക്, അവരുടെ ആധാറുകൾ നിലനിർത്തി പോരേണ്ടതിന്റെ അത്യാവശ്യമല്ലേ അല്ലാഹു തആല പറഞ്ഞിരുന്നത്? ആ കല്ല് അവിടെ വെച്ച്, എവിടെയാണ് ഈ കല്ല് കിടക്കുന്നത്? കഅബയുടെ മുന്നിൽ, പരിശുദ്ധ ഹറമൈൻ, പരിശുദ്ധ ഹറമിലാണ് കിടക്കുന്നത് ഈ പരിശുദ്ധ മഖാം ഇബ്രാഹിം. എന്താണ് ആ മെസ്സേജ്? ഇതെന്താ മുസ്ലിമീങ്ങൾക്ക് തിരിയാത്തതെന്നാണ് എന്റെ അത്ഭുതം. അള്ളാഹുവിന്റെ നബിയുടെ കാല് പതിഞ്ഞ കല്ലാണ് മഖാം ഇബ്രാഹിമിന്റെ ഉള്ളിൽ കിടക്കുന്നത്. നോക്കിയാൽ ഇപ്പോഴും കാണാൻ പറ്റും. ആ കല്ലിൽ ഇബ്രാഹിം നബിയുടെ കാലിന് അല്ലാഹു പിടിച്ചു വെച്ചു, അടയാളം പിടിച്ചു വെച്ചു. പാറക്കല്ല് പിടിച്ചു വെക്കോ? പിടിച്ചു വെച്ചു അല്ലാഹ്. എന്തേ? അള്ളാഹുവിന് വേണ്ടി ഒരുപാട് നടന്ന കാലാണിത്. അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത് നടന്ന കാലാണിത്. ഈ കാല് കണ്ടിട്ട് ലോകത്തിന്റെ ഒരുപാട് ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾ ഈ കാല് കാണുമ്പോൾ അറിയണം, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടി ആ അടയാളം ലോകാവസാനം വരെ വരുന്ന മുസ്ലിമിനെ കാണാൻ അള്ളാഹു ബാക്കി വെച്ചു പരിശുദ്ധമായ ഹറമയിൽ. പരിശുദ്ധ ഹറമിൽ അത് കിടക്കുകയാണ് ഇപ്പോഴും. അതിന്റെ പിന്നിൽ പോയിട്ട് നിസ്കരിക്കണം, 2 റക്അത്ത് സുന്നത്തെങ്കിലും പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. ആ മഖാം ഇബ്രാഹിം കഅബാലയത്തിന്റെ മുമ്പിലാണ് കിടക്കുന്നത്. യാ അല്ലാഹ്, ഇബ്രാഹിം നബിയെ പച്ചയിൽ ഓർക്കാൻ ഇതിലും അവിടുത്തെ കാല് തട്ടിയ കല്ലവിടെ കിടക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ച കല്ലവിടെ കിടക്കുകയാണ്. ഇതൊക്കെ കല്ലാണ്. എന്തോ അല്ലാഹു തആല ശ്രേഷ്ഠമാക്കി. അതുകൊണ്ട് നമ്മൾ അതിനെ ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കി. യാ അല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഹജറുൽ അസ്വദിനെ കുറിച്ച് പറഞ്ഞത്, നസലൽ ഹജറുൽ അസ്വദു മിനൽ ജന്ന വഹിയ അശദ്ദു ബയാദൻ മിനൽ ലബനി വലാകിൻ സവദതുഹു ഖതായാ ബനി ആദം. നബിയുനാ റസൂലുള്ളാഹി ഹജറുൽ അസ്വദ് അവതരിച്ചത് ആകാശലോകത്തെ സ്വർഗ്ഗലോകത്ത് നിന്നാണ് ഹജറുൽ അസ്വദ് വന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അടുത്ത കാലത്താണ് ഹജറുൽ അസ്വദിന്റെ ചെറിയൊരു ഭാഗം പൊട്ടിച്ചെടുത്ത് സയന്റിസ്റ്റുകൾ പഠനത്തിന് കൊണ്ടുപോയിരുന്നു. ഈ ഭൂമിയിലെ ഒരു ഭാഗത്തുമുള്ള ഒരു പാറക്കല്ലിന്റെ ഉള്ളിൽ കാണുന്ന മിനറൽസ് അല്ലെങ്കിൽ അതിൽ കാണുന്ന ഇൻഗ്രീഡിയൻസ് അല്ല ഹജറുൽ അസ്വദിലുള്ളത്. അവർ പറയുന്നത് ദിസ് ഈസ് സംതിങ് ഫോറിൻ, ഇത് ഫോറിൻ വന്നതാണ്. നമ്മൾ പറയില്ലേ, നമ്മുടെ നാട്ടിൽ നിന്നല്ല, പുറത്തുനിന്ന് വന്നതാണ്, ഇത് ഭൂമിയിലേതല്ല. ഇന്നത്തെ യുക്തിവാദികളൊക്കെ ഉള്ള കാലത്തായിരിക്കണം അള്ളാഹു അങ്ങനെ ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ അവിടുത്തെ ഭരണാധികാരികളെ തോന്നിപ്പിച്ചത്. ഇത് ഭൂമിയിലെ കല്ലല്ല, ഇതിന് തുല്യമായൊരു കല്ല് ഈ ഭൂമിയിൽ ഒരിടത്തും കാണാൻ കിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അത് സ്വർഗ്ഗത്തിലേതാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദു ബയാദൻ മിനൽ ലബനി, പാലിനേക്കാളും ശുഭ്ര നിറമുണ്ടായിരുന്ന വെള്ള നിറമുണ്ടായിരുന്ന കല്ലായിരുന്നു അത്. ആ കല്ല് ചുംബിക്കുമ്പോൾ, ആ കല്ല് ചുംബിക്കുന്നതോടുകൂടെ അല്ലാഹുവിന്റെ പരിശുദ്ധ സ്വർഗ്ഗലോകത്തേക്ക് കയറിപ്പോകാനുള്ള ആഗ്രഹം മുഅ്മിനിന്റെ മനസ്സിൽ കടന്നു വരണം. അല്ലേ, ഇത് സ്വർഗമാണ്. സ്വർഗത്തിന്റെ കഷ്ണം തന്നിരിക്കുകയാണ് മക്കായിൽ. സ്വർഗത്തിന്റെ കഷ്ണം തന്നില്ലേ മദീനയിൽ? ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്നുള്ളതാണ്. അല്ലേ, ആദം, മനുഷ്യരുടെ തെറ്റുകൾ ഇങ്ങനെ അബ്സോർബ് ചെയ്തിട്ട് ഈ കല്ല് കറുത്തു പോയതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. الركن والمقام ياقوتان من ياقوت الجنة. الركن والمقام والمقام മഖാം ഇബ്രാഹിമിൽ കിടക്കുന്ന കല്ലും സ്വർഗ്ഗത്തിലെ യാഖൂത്താണ്, മരതക കല്ലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തമസല്ലാഹു നൂറഹുമാ, പ്രകാശമുണ്ടായിരുന്ന ഈ വൈരക്കല്ലുകളുടെ പ്രകാശം അല്ലാഹു കെടുത്തി വെച്ചതാണ്. വലൗലാ ദാലിക, ആ പ്രകാശം അല്ലാഹു കെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ലഅദാഅതാ മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്ക് പടിഞ്ഞാറിന്റെ ഉള്ളിലുള്ള സർവ്വ വസ്തുക്കളും പ്രകാശിക്കാൻ ഈ രണ്ട് കല്ല് കഷ്ണങ്ങൾക്ക് കഴിയുമായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജറുൽ അസ്വദ് മാത്രല്ല, റുക്നും മഖാം ഇബ്രാഹിമും ആ സ്വർഗ്ഗത്തിന്റെ കഷ്ണങ്ങളാണ്. ഭൂമിയിൽ തന്നിരിക്കുകയാണത്. മദീനത്തേക്ക് വരൂ, അവിടെയും സ്വർഗ്ഗത്തിന്റെ കഷ്ണമുണ്ടല്ലോ. മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ വീടിന്റെയും ഞാൻ ഖുതുബയോതുന്ന മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗത്തിന്റെ റൗളയാണ്, പൂന്തോപ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ മിൻബരി അലാ ഹൗളി, എന്റെ ഹൗദുൽ കൗസറിന്റെ അരികത്താണ് എന്റെ മിമ്പർ ഉണ്ടാവുകയെന്നും സ്വർഗത്തിന്റെ രണ്ട് കഷ്ണം, ഒന്ന് മക്കയിലും തന്നു, ഒന്ന് മദീനയിലും തന്നിട്ടുണ്ട്. മുഅ്മിനെ, ഇങ്ങോട്ടൊക്കെ എത്താനുള്ള ഭാഗ്യം കിട്ടിയാൽ അള്ളാന്റെ ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഭാഗ്യം എളുപ്പമാണ്. രണ്ട് കാര്യങ്ങൾ ഉലമാ പറയാ. രണ്ട് വിഷയത്തെ പറ്റിയാണ് സ്വർഗമെന്ന് ദുന്യാവിലുണ്ട് എന്ന് പറഞ്ഞു. അതിൽ കടന്നവർക്കേ നാളത്തെ സ്വർഗത്തിലെത്താൻ ഭാഗ്യം ഉണ്ടാവുള്ളൂ. ഒന്ന് ഇൽമിന്റെ മജ്ലിസ്, റൗളത്തും മിൻ റിയാദിൽ ജന്ന. അതങ്ങനെയായി അല്ലാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൽമിന്റെ മജ്ലിസിൽ പോയിരിക്കാത്ത ആൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയൂല എന്നതാണ്. ഇൽമു വേണ്ടേ? പിന്നെ ഒന്നുകിൽ കഅബയെ മുത്താനും റൗദയിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കാനും. മസ്ജിദുൻ നബവിയിൽ എത്തിയാൽ അവിടെ ഉസ്താദുമാർ പറഞ്ഞുതരും, അവിടുത്തെ ഒരു വളരെ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള കാർപ്പറ്റ് ഇട്ടുള്ള സ്ഥലം ഇന്നും അങ്ങനെയാണ്. യാ അല്ലാഹ്, അവിടെ 2 റക്അത്ത് നിസ്കരിക്കാനുള്ള ഭാഗ്യം വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ ബാക്കിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എഴുന്നേറ്റ് കൊടുക്കുക. അവിടെ തന്നെ ഇരിക്കരുത്, കുറച്ച് സ്ഥലമുള്ളൂ. ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗത്ത് നിന്ന് വരുന്ന നേരമാണ്. ഇതെനിക്കെന്നെ കിട്ടണമെന്ന് അവിടെ എന്ത് ചെയ്യരുത്, സെൽഫിഷായി പെരുമാറാൻ പാടില്ല. അതിന്റെ അച്ചടക്കം അതാ. 2 റക്അത്ത് നിസ്കരിച്ചു, എഴുന്നേറ്റ് കൊടുക്കും, അടുത്ത ആൾ നിസ്കരിക്കട്ടെ. യാ അല്ലാഹ്, അപ്പോഴും നമുക്ക് കൂലി കിട്ടും. സുബ്ഹാനല്ലാഹ്. ഇത് കിടക്കുന്നത് ഈ മക്കയിലും മദീനയിലുമല്ലേ? സുബ്ഹാനല്ലാഹ്. അവിടേക്ക് ഇതല്ലാത്ത എന്തെല്ലാം ലോകത്ത് ബാക്കി ഏത് രാജ്യമാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ സ്വഹാബത്ത് ഇരിക്കുമ്പോൾ ആരും മിണ്ടൂല. അവിടെ ഇന്നും റൗദയുടെ മുമ്പിൽ, റൗദയുടെ കവാടത്തിന് മുമ്പിൽ ആയത്തുണ്ടല്ലോ, ഞാനത് പ്രത്യേകം നോക്കി ശ്രദ്ധിച്ചു. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ ഹുജറാത്തിൽ ആയത്താണ്, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യ ولا تجهروا له بالقول كجهر بعضكم لبعض
അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. മുഅ്മിനീങ്ങളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തെക്കാളും നിങ്ങൾ ശബ്ദമുയർത്തല്ലേ. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ, നബിയുടെ കൂടെ ചർച്ചയ്ക്കോ മറ്റോ ഇരിക്കുമ്പോൾ നബിയുടെ ശബ്ദത്തെക്കാളും നിങ്ങൾ ഒച്ച വെച്ച് സംസാരിക്കല്ലേ. കജഹരി ബഅദികും ലിബഅദിൻ, നിങ്ങൾ അന്യോന്യം കണ്ടുമുട്ടുമ്പോൾ ഉറക്കെ പറയാറില്ലേ. ഹബീബിന്റെ മുമ്പിൽ അത് പാടില്ല കേട്ടോ. അൻ തഹ്ബത അഅമാലുകും, ചെയ്തു പോയ അമലുകളെല്ലാം പൊളിഞ്ഞു പോകും. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങളത് അറിയുക പോലുമില്ലാതെ നിങ്ങളുടെ അമൽ അല്ലാഹു പൊളിച്ചു കളയും. ഹബീബിന്റെ മുമ്പിൽ ഒച്ച വെക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ ആരാണെന്നറിയാൻ ഈ ഒരൊറ്റ ആയത്ത് മതി. ഒച്ച വെച്ചാൽ അമൽ, എന്ത് അമല്? നമ്മൾ ഇസ്ലാമിക് സെന്ററിൽ ഖുർആൻ ക്ലാസ്സിന് പോയിരുന്ന അമലാണോ നമ്മുടെ അമൽ? നമ്മുടെ പള്ളിയിലെ സാധാ നിസ്കാരമാണോ ഈ അമൽ? നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി നോമ്പ് നോറ്റ റമളാന്റെ നോമ്പാണോ ഇത്? ഹബീബിന്റെ കൂടെ നിസ്കരിച്ച നിസ്കാരം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള ഉംറ, നബി തങ്ങളുടെ കൂടെയുള്ള ഹജ്ജ്, നബി തങ്ങളുടെ കൂടെയുള്ള ജിഹാദ്, യുദ്ധങ്ങൾ, ഈ കൂലിയൊക്കെ അല്ലാഹു പൊളിച്ചു കളയും. അതല്ല ഇതിനർത്ഥം അഅമാലുക്കും, നിങ്ങളുടെ എല്ലാ അമലും പൊളിഞ്ഞു. എന്തേ? ശബ്ദമുയർത്തല്ലേ. ഇപ്പോഴും ആ ആയത്ത് അവിടെ ഉണ്ട്. തങ്ങളുടെ ശബ്ദം നമുക്ക് കേൾക്കൂല, തങ്ങൾ വിശ്രമിക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ ഡെഡ് സൈലൻസ്. അതാണ് മദീന. അങ്ങനെ പോന്നാൽ മദീനയിൽ പോയ മഹത്വം മനസ്സിലാകും. അങ്ങനെ മദീനയിൽ ചെന്ന് ഇരുന്നാലോചിക്കേണ്ട സ്ഥലമാണ് മദീന. ലോകത്തെ കൊളോണിയലിസം എല്ലാ രാജ്യത്തും വന്നാണ് അല്ലെ. യൂറോപ്യന്മാരും ഫ്രഞ്ചുകാരും അതുപോലെ തന്നെ പോർച്ചുഗീസുകാരും ലോകത്ത് ചെല്ലാത്ത സ്ഥലമില്ല. എല്ലാ രാജ്യം, ഈവൻ UAE പോലും, ഒമാന് പോലും, എല്ലാ രാജ്യങ്ങളും അവരുടെ അണ്ടറിൽ അവിടുന്ന് സ്വാതന്ത്ര്യം കിട്ടിയതാണ് അല്ലെ. ബ്രിട്ടീഷുകാര്, അമേരിക്കക്കാർ. പക്ഷേ അള്ളാഹുവിന്റെ ഹറമൈനിലുള്ള മക്കയും മദീനയുമുള്ള സഊദിയിലേക്ക്, ഹിജാസിലേക്ക് ഒരു കൊളോണിയൽ ശക്തിയും കടന്നു വന്നില്ല എന്നത് ചരിത്രം നൽകുന്ന അത്ഭുതമല്ലേ. അവിടെ ആരും വന്നില്ലല്ലോ. ഇവിടൊക്കെ വന്നതിന് വല്ലവതും കിട്ടാനുണ്ടായിരുന്നോ? എന്നാ എണ്ണ കിട്ടിയത് 70കളിലാണ്, 60ന്റെ അവസാനങ്ങളിലാണ്. അതിന്റെ മുമ്പേ 1800കളിൽ ഒമാനിന്റെ ഭാഗങ്ങൾ പോർച്ചുഗീസുകാരുടെ കൈ. എന്താ അവിടെ? ഒന്നുമില്ല ഇവിടെ. പിന്നെ ഇത് ഞങ്ങൾ എന്താന്ന് പറഞ്ഞു വെക്കന്നെ. അങ്ങനെ ഒന്ന് സൗദി ഹിജാസിനെ പിടിക്കാൻ നോക്കിയോ? ലോക ചരിത്രത്തിൽ ഒരു കൊളോണിയലിസ്റ്റും ഒരു സാമ്രാജ്യത്വ ശക്തിയും ഹറമൈനിലേക്ക് കടന്നിട്ടില്ല മുസ്ലിമീങ്ങളല്ലാതെ. യാ അല്ലാഹ്, ഇത് ഇസ്ലാം ജയിച്ചടക്കാൻ പോകുന്ന സ്ഥലമാണ്. ഇവിടെ ഇസ്ലാം മാത്രം കടന്നാൽ മതി എന്ന അള്ളാഹുവിന്റെ തീരുമാനം ചരിത്രത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വേറെ ആരും വന്നിട്ടില്ല അവിടെ. സുബ്ഹാനല്ലാഹ്, ഭയങ്കര അത്ഭുതല്ലേ. ലോകത്തെല്ലായിടത്തും. നമ്മളെ ഇന്ത്യയിലെത്തിയില്ലേ? നമ്മളെല്ലാ രാജ്യത്തും, ലോകം മുഴുവൻ എത്തിയില്ലേ? സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം എന്ന ബ്രിട്ടീഷുകാരെ കുറിച്ച് പറഞ്ഞു. ഉദിക്കുന്നത് പോലെ രാജ്യം തന്നെ, അസ്തമിക്കുന്നത് പോലെ രാജ്യം തന്നെ. പിന്നെ എവിടെ അസ്തമിക്കാൻ? ഇങ്ങനെ ലോകം മുഴുവനും കൈയടക്കിയിട്ടും ഹിജാസിലേക്ക് വരാനുള്ള അവസരം അല്ലാഹു കൊടുത്തില്ല. എന്തേ? ഇത് പരിശുദ്ധ ഹബീബിന്റെ നാടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഉപ്പ അവിടുന്ന് ജനിക്കാൻ പോകുന്നതിന്റെ അല്പസമയം, അല്പ ദിവസങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് വഫാത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അല്ലേ. അബ്ദുൽ മുത്തലിബ് എന്നവരെ സിറിയയിലേക്ക് പറഞ്ഞയച്ചത് കച്ചവടത്തിന്. തിരിച്ചു വരുമ്പോ മദീന വഴിയാണ് അവരുടെ കച്ചവട സംഘം വരുന്നത്. മദീനയിൽ വെച്ച് അസുഖമായി ഉപ്പ മരിച്ചത് എവിടെയാണ്? മദീനയിലാണ്. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമല്ലയോ? 6 വയസ്സുള്ള നേരത്ത് പരിശുദ്ധ ഉമ്മ ആമിന റളിയല്ലാഹു അൻഹ അവരെ വേർപിരിയാൻ പോകുന്നു. എങ്ങോട്ടാ പോയത്? മക്കയാണ് അവിടെ താമസിക്കുന്നത്. അന്ന് അല്ലാഹു തോന്നിപ്പിക്കുന്നു, ഈ കുഞ്ഞിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉപ്പയുടെ ഖബറൊന്ന് കാണിച്ചു കൊടുക്കണം, മദീനയിലെ മറ്റു കുടുംബക്കാരെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. അന്ന് മദീനയുടെ പേര് യഥ്രിബ് എന്നാണ്. യഥ്രിബിലേക്ക്, മദീനത്തേക്ക് പോയതാണ് ഉമ്മ. മദീനം കണ്ട് തിരിച്ചു വരുമ്പോൾ മദീനയുടെ പ്രാന്തപ്രദേശമാണ് അബവാ. മദീനയിൽ വെച്ച് വഫാത്താകുന്നു അവിടുത്തെ ഉമ്മ ആമിന റളിയല്ലാഹു അൻഹ. 53 കൊല്ലം ജീവിച്ച മക്കയിൽ നിന്ന് ഹിജ്റ പോകാൻ അല്ലാഹു അനുമതി കൊടുക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹജ്ജ് കഴിഞ്ഞപ്പോൾ സ്വഹാബത്ത് മുഴുവനും കരഞ്ഞു. കരഞ്ഞത് നോക്കുന്നത് മദീനക്കാരാണ്. മദീനക്കാരുടെ കൂട്ടക്കരച്ചിൽ. നബി തങ്ങൾ ചോദിച്ചു, എന്തിനാണ് ഈ കരച്ചിൽ ഹജ്ജിന്റെ നേരത്ത്?
ഇസ്ലാമിന്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നു. എന്തിനാണ് കരയുന്നത്? അൻസാരികളെ, ഞങ്ങൾ എന്തിനാ കരയുന്നത്? ചോദിച്ചു നോക്കി. യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ വിഷമം അതല്ല നബിയേ, മക്ക അങ്ങയുടെ നാടല്ലയോ റസൂലേ. ഈ മക്ക വിട്ടു പോരുമ്പോഴാണ്, ഓ മക്ക, നിന്നെ എനിക്കിഷ്ടമാണ്. അന്തില അഹബ്ബുൽ ബിഖാഇ ഇലൈ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് മക്ക. നീ നിന്റെ ആളുകൾ എന്നെ പുറപ്പെടുവിച്ചില്ലായിരുന്നെങ്കിൽ ഈ നാട് വിട്ട് ഞാൻ മദീനത്തേക്ക് പോലും പോകില്ലെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബിയേ, അങ്ങയുടെ നാട് മക്ക ഇസ്ലാമിന്റെ കയ്യിൽ വന്നിരിക്കുകയാണ്. ഇസ്ലാം ജയിച്ചടക്കിയിരിക്കുകയാണ്. ആ പരിശുദ്ധ മക്കയിൽ അങ്ങ് ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കുകയും ഞങ്ങൾ മദീനക്കാരുടെ കൂടെ ഇനിയൊരു 450 കിലോമീറ്റർ ഞങ്ങളുടെ കൂടെ തിരിച്ചു വരാതെ മക്കയിൽ തന്നെ അങ്ങ് താമസിച്ചു പോകുമോ എന്ന് ഞങ്ങൾക്ക് പേടിയായിട്ട് കരയുകയാണ് നബിയേ എന്ന് അൻസ്വാരികളുടെ നേതാവ് സഅദ് റളിയല്ലാഹു അൻഹു. എന്താണ് ആ സ്വീകരണം എന്നല്ലേ? നബിയെ, നീ ഞങ്ങളൊപ്പം വരൂലേ? നാട്ടിലേക്ക് എത്തിയില്ലോ, ഇനി ഞങ്ങളുടെ നാട്ടിലേക്ക് വരൂലേ നബിയെ? ഞങ്ങൾക്ക് വിഷമുണ്ട്. ഇല്ല, അനമിനൽ അൻസാർ, ഞാൻ അൻസാരികളിൽ പെട്ടവൻ തന്നെ, ഞാൻ തിരിച്ചു വരികയാണെന്ന് പറഞ്ഞ് മദീനത്തേക്ക് വന്ന് ഏതാനും മാസങ്ങളിൽ കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം